ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വനത്തിന്റെ കാവലാളുകൾ നഗരത്തിന്റെ തുടിപ്പുകൾ മനസ്സിലാക്കാൻ ഇറങ്ങിയത് ആധുനിക ലോകത്തിന്റെ നേർക്കാഴ്ചകൾ നേരിട്ട് മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. നിലമ്പൂരിലെ ആദിവാസി ഊരിലെ 100-ലധികം വരുന്ന ആദിവാസികളാണ് കോഴിക്കോട് നഗരത്തിലെത്തിയത്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 79.39. 2.78 ലക്ഷം പേർ ഉപരിപഠനത്തിന് അർഹരായി. രാജ്യത്ത് വർഗീയ ശക്തികൾ അധികാരത്തിൽ വരാൻ അവസരമൊരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് TP രാമകൃഷ്ണൻ. വനസംരക്ഷണ കാര്യത്തിൽ ആദിവാസി സമൂഹം പുലർത്തിയിരുന്ന അർപ്പണ മനോഭാവം മൊത്തം സമൂഹത്തിൽ തന്നെ ഉത്തമ മാതൃകയാണെന്ന് MK രാഘവൻ MP. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 79.39 ആണ് വിജയശതമാനം. 2.78 ലക്ഷം പേർ ഉപരിപഠനത്തിന് അർഹരായി. 6783 പേർക്ക് എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചു. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം. സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 79.39% പേർ മാത്രമാണ് ഈ വർഷം വിജയിച്ചത്. കഴിഞ്ഞ വർഷം 81.34% പേർ വിജയിച്ചിരുന്നു. 6783 പേർക്ക് എല്ലാ വിഷയത്തിലും A+ നേടി. VHSE വിഭാഗത്തിൽ 74.81% പേർ വിജയിച്ചു. കലാമണ്ഡലം സ്കൂളിൽ 95.31% പേർ വിജയിച്ചു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ജയിച്ചത് എറണാകുളം ജില്ലയിലാണ്. 84.39% പേർ വിജയിച്ച എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ A+ നേടിയതും. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ ജയിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ്. 71.73% പേരാണ് ഇവിടെ വിജയിച്ചത്. സർക്കാർ സ്കൂളുകളിൽ 78.77% വിജയം. എയ്ഡഡ് സ്കൂളുകളിൽ 82%, അൺഎയ്ഡഡ് സ്കൂളുകളിൽ 69.75% വിദ്യാർത്ഥികളും വിജയിച്ചു. 91.67% വിദ്യാർത്ഥികളും വിജയിച്ച പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത്. മലപ്പുറം ജില്ലയിലെ പാലയമാട് ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ യഥാക്രമം 88.36, 85.91% വിജയം നേടി. സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി മെയ് 20 ആണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 40 സ്കൂളുകൾ 100% വിജയം നേടി. 6 സ്പെഷ്യൽ സ്കൂളുകളും 28 അൺഎയ്ഡഡ് സ്കൂളുകളും 100% വിജയം നേടി. മാർച്ച് 3 മുതൽ 22 വരെ നടന്ന +2 പരീക്ഷയെ എഴുതിയത് 4,33,177 വിദ്യാർത്ഥികളാണ്. ഇതിൽ 3,42,410 പേർ റെഗുലർ വിഭാഗത്തിലും 65,758 പേർ ഓപ്പൺ സ്കൂൾ വിഭാഗത്തിലും 25,009 പേർ കമ്പാർട്ട്മെന്റിലായാണ് പരീക്ഷ എഴുതിയത്. വനസംരക്ഷണ കാര്യത്തിൽ ആദിവാസി സമൂഹം പുലർത്തിവരുന്ന അർപ്പണ മനോഭാവം മൊത്തം സമൂഹത്തിനും തന്നെ ഉത്തമ മാതൃകയാണെന്ന് MK രാഘവൻ MP. ഇനിയുള്ള കാലഘട്ടത്തിലും ആദിവാസി സമൂഹം ഇക്കാര്യത്തിൽ തങ്ങളുടെ കടമ നിർവഹിക്കണമെന്നും MP കൂട്ടിച്ചേർത്തു. കോഴിക്കോട് മേഖലാ ശാസ്ത്ര പഠന കേന്ദ്രത്തിലെത്തിയ നിലമ്പൂർ അകമ്പാടം ആദിവാസി കോളനി നിവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഊരുകളിലെ ഇരുട്ടു നിറഞ്ഞ കുടുസുമുറികളിൽ നിന്ന് നഗരത്തിന്റെ വിശാലമായ ലോകത്തെത്തിയപ്പോൾ പലരുടെയും മുഖത്ത് തെളിഞ്ഞത് ആകാംക്ഷയുടെയും അത്ഭുതത്തിന്റെയും ഭിന്നഭാവങ്ങൾ. കേരള വനം വന്യജീവി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കയം ആദിവാസി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനയാത്രയുടെ ഭാഗമായി 100-ലധികം ആദിവാസികളാണ് കോഴിക്കോട് നഗരത്തിലെത്തിയത്. അമ്പുമല, വെറ്റിലക്കൊല്ലി, പാലക്കയം ആദിവാസി കോളനികളിലെ സ്ത്രീകളും കുട്ടികളും ഈ സംഘത്തിലുണ്ടായിരുന്നു. ആധുനിക കാലഘട്ടത്തിലെ ജീവിത രീതികളെക്കുറിച്ചും പുറം ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ നൽകുന്നതിനോടൊപ്പം വിജ്ഞാനോപാധികളിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗര സന്ദർശനം സംഘടിപ്പിച്ചത്. രാവിലെ 9 മണിയോടെ നഗരത്തിലെത്തിയ ഇവർക്ക് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ സ്വീകരണം നൽകി. ഇവിടെയായിരുന്നു ഭക്ഷണവും. ശാസ്ത്രകേന്ദ്രം കോർഡിനേറ്റർ VS രാമചന്ദ്രൻ, സുനിൽ എന്നിവർ നേതൃത്വം നൽകി. സൗഹൃദ സദസ്സ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു.
വനസംരക്ഷണ കാര്യത്തിൽ ആദിവാസി സമൂഹം പുലർത്തിവന്ന അർപ്പണ മനോഭാവം മൊത്തം സമൂഹത്തിന് തന്നെ ഉത്തമ മാതൃകയാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. നിങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വനങ്ങൾ സംരക്ഷിച്ചത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന വനം പോലും ബാക്കി ഉണ്ടാകിയ വിശ്വസ്തനാണ്. കേരളത്തിൽ വനസംരക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള അർപ്പണ മനോഭാവം എടുത്തു പറയേണ്ടതാണ്. പലരേക്കാളും നിങ്ങളാണ് യഥാർത്ഥത്തിൽ വനം സംരക്ഷിക്കുന്ന ആളുകൾ. അതുകൊണ്ട് വനം സംരക്ഷിക്കാൻ മാത്രമല്ല, നിങ്ങൾ കിട്ടുന്ന അവസരം, പഠിക്കാനുള്ള അവസരം, എല്ലാ കാര്യങ്ങളിലും ജോലി ഉൾപ്പെടെ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണം. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലെ വർണ്ണ വിജ്ഞാന വിസ്മയ കാഴ്ചകൾ കണ്ട ശേഷം കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി, തളി മഹാക്ഷേത്രം, ദേവമാതാ കത്തീഡ്രൽ, റെയിൽവേ സ്റ്റേഷൻ, കടപ്പുറം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. ആദിവാസി മൂപ്പന്മാരായ ചെറിയ പാശൻ, വലിയ പാശൻ, കൃഷ്ണൻകുട്ടി എന്നിവർ ആദിവാസി സംഘത്തെ നയിച്ചു. രാജ്യത്ത് വർഗീയ ശക്തികൾ അധികാരത്തിൽ വരാൻ അവസരമൊരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് TP രാമകൃഷ്ണൻ. ഇതിന് തടയിടാനാണ് ഇടതുപക്ഷ കക്ഷികളുടെ ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ 35ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു TP രാമകൃഷ്ണൻ. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ കോഴിക്കോട് വയനാട് സംയുക്ത ജില്ലാ 35ാം വാർഷിക സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് വർഗീയ ശക്തികൾക്ക് അധികാരത്തിൽ വരാൻ അവസരമൊരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് TP രാമകൃഷ്ണൻ ആരോപിച്ചു. രാജ്യത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിനും സാംസ്കാരിക ഔന്നിത്യത്തിനും കനത്ത വെല്ലുവിളിയാണ് വർഗീയ ശക്തികൾ ഉയർത്തുന്നത്. വർഗീയത ഉപയോഗപ്പെടുത്തി അധികാരം പിടിച്ചെടുക്കാനാണ് സംഘപരിവാർ നരേന്ദ്രമോദിയെ മുൻനിർത്തി ശ്രമിക്കുന്നത്. ഇത് തടയാനാണ് ഇടതുപക്ഷ കക്ഷികളുടെ ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഗീയ ശക്തികൾക്ക് രാജ്യത്ത് അധികാരം കൈയാളുന്ന നിലയിൽ തിരിച്ചു വരാനുള്ള വഴിയൊരുക്കി കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾ, വർഗീയ ശക്തികൾ അധികാരത്തിൽ വരാതിരിക്കാനുള്ള ഇടപെടലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്തിയത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടി. KMCSU ജില്ലാ പ്രസിഡന്റ് M ജ്ഞാനപ്രകാശൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ, കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ്, FSCTU ജില്ലാ പ്രസിഡന്റ് RV അബ്ദുള്ള, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ബിന്ദു, A ഉണ്ണി എന്നിവർ സംസാരിച്ചു. KMCSU 47ാം സംസ്ഥാന സമ്മേളനം ജൂൺ 6 മുതൽ 8 വരെ തലശ്ശേരിയിലാണ് നടക്കുന്നത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും NSSഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന യുവജ്യോതി ശില്പശാലയ്ക്ക് മലാപ്പറമ്പ് പോളിടെക്നിക് കോളേജിൽ തുടക്കമായി. 3 ദിവസങ്ങളിലെ നടക്കുന്ന ശില്പശാലയുടെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് സാമൂഹിക സേവന രംഗത്ത് അറിവുകൾ പകർന്നു നൽകുക, വിദ്യാർത്ഥികളിൽ സർഗശേഷി വളർത്തുക തുടങ്ങിയവ ഉദ്ദേശിച്ചാണ് ശില്പശാല. പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും NSSഉം സംയുക്തമായാണ് യുവജ്യോതി ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശില്പശാലയിൽ 3 ദിവസങ്ങളിലെ വിവിധ പരിപാടികൾ നടക്കും. IHRD, NIT, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ 200ഓളം കുട്ടികൾ പങ്കെടുക്കും. നാടൻ പാട്ട്, എക്സൈസ് വകുപ്പുമായി ചേർന്നുള്ള ലഹരി വിമുക്ത നാടകം, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രബന്ധങ്ങൾ തുടങ്ങിയവ അവതരിപ്പിക്കും. ആദ്യ സെഷന്റെ ഉദ്ഘാടനം NSS പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൾ ജബ്ബാർ അഹമ്മദ് നിർവഹിച്ചു. കാരണം നമുക്കറിയാം, നമ്മുടെ NSS വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡിസിപ്ലിൻഡ് ആണ്. അവർ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അവരത് കൃത്യസമയത്തിനുള്ളിൽ വർക്ക് പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ എല്ലാ സർക്കാർ ആശുപത്രികളിലെയും ഒടിഞ്ഞു കിടന്ന കട്ടിലുകളും വീൽ ചെയറുകളും ട്രിപ്പ് സ്റ്റാൻഡുകളും ഒക്കെ റെഡിയാക്കി കൊടുത്തു. ഈവൻ എക്സ്റേ മെഷീൻ അടക്കം 10 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന എക്സ്റേ മെഷീൻ അടക്കം റിപ്പയർ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കി കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു. വനിതാ പോളിടെക്നിക് പ്രിൻസിപ്പൽ KD രാജീവൻ, NSS ജില്ലാ കോർഡിനേറ്റർ ആബിദ് തറവട്ടത്ത്, പ്രോഗ്രാം ഓഫീസർ C ജയരാജൻ, ബബിദ് N എന്നിവർ ക്ലാസുകൾ നയിക്കും. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്,
വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കേരളം നെൽവയൽ തണ്ണീർത്തട നിയമം ഭേദഗതി ചെയ്യാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഭൂമാഫിയയെ സഹായിക്കുന്ന നിയമ ഭേദഗതിക്കെതിരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 22-ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഉപവാസ സമരം നടക്കുക. 2008 കേരള നെൽവയൽ തണ്ണീർത്തട നിയമം ഭേദഗതി ചെയ്യുവാനുള്ള നീക്കം ഉപേക്ഷിക്കുകയും പ്രസ്തുത നിയമം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് വേണ്ടതെന്നും നെൽവയൽ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. നിയമം ഭേദഗതി ചെയ്യുവാനുള്ള തീരുമാനവുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതിനു മുന്നോടിയായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പരിസ്ഥിതി സംരക്ഷണ സമിതി, ഗ്രീൻ കമ്മ്യൂണിറ്റി, പ്രകൃതി സംരക്ഷണ സമിതി, സ്പെക് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ മാസം 22-ാം തീയതി ഉപവാസ സമരം സംഘടിപ്പിക്കും. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചായിരിക്കും ഉപവാസ സമരം നടക്കുക. നിലത്തിന്റെ വിപണി വില ഈടാക്കി സ്വകാര്യ സംരംഭകർക്കായി നെൽവയൽ നികത്തുവാൻ സർക്കാർ തലത്തിൽ നടത്തുന്ന നീക്കം ഉപേക്ഷിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. അല്ലെങ്കിൽ ഹോങ്കോങ് പോലെ ആക്കാനുള്ള സംരംഭമാണ് അത് നമ്മൾ അതിന് നിന്നു കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇത് നെൽവയൽ നീർത്തടം മാത്രമല്ല, കേരളം മുഴുവൻ അട്ടിമറിക്കപ്പെടാൻ പോകണം. പാരിസ്ഥിതികമായിട്ടുള്ള നിലനിൽപ്പില്ല. ഇത് വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ് വരും, ഫ്ലാറ്റുകളും റിസോർട്ടുകളും വരും, അവർ താമസിക്കാൻ പണക്കാർ വരും. ഇവിടെ വെള്ളം കിട്ടാണ്ടായാൽ അവർ മാറും. അവർ അമേരിക്കയിലേക്കോ എവിടേക്കെങ്കിലും മാറും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എവിടെ പോകാനാണ്? ഡോക്ടർ എ അച്യുതൻ, തായാട്ട് ബാലൻ, മണനിൽ മോഹനൻ, TV രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. സർക്കാർ ഉത്തരവ് മൂലമാണ് മലാപ്പറമ്പ് UP സ്കൂൾ പൊളിച്ചു മാറ്റാൻ മാനേജർക്ക് കഴിഞ്ഞതെന്ന് TP രാമകൃഷ്ണൻ. ജനവികാരം മാനിച്ചെങ്കിലും സർക്കാർ ഈ ഉത്തരവ് പിൻവലിക്കണം. മലാപ്പറമ്പ് സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് DYFI DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മലാപ്പറമ്പ് AUP സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DYFI ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ DD ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു. DD ഓഫീസ് പരിസരത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഉത്തരവാണ് മലാപ്പറമ്പ് AUP സ്കൂൾ പൊളിച്ചു മാറ്റാൻ മാനേജർക്ക് കഴിഞ്ഞതെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. ജനവികാരം മാനിച്ചെങ്കിലും സർക്കാർ ഈ ഉത്തരവ് പിൻവലിക്കണം. തങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന സർക്കാർ നിലപാട് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നില്ല. നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കുന്ന പോലീസിന്റെ ആവേശം ഇക്കാര്യത്തിലില്ല. ഇനിയൊരു എയ്ഡഡ് സ്കൂളിനും ഈ ഗതി വരാതിരിക്കണമെങ്കിൽ സർക്കാർ മലാപ്പറമ്പ് AUP സ്കൂൾ ഏറ്റെടുക്കണമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഈ സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഈ നാടിന്റെ സമ്പത്താക്കിയതിനെ മാറ്റാനുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. ഈ പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷണം എന്ന് പറയുമ്പോൾ നേരത്തെയുള്ള അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് പിൻവലിക്കുന്നതോടൊപ്പം തന്നെ സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ കൂടി സ്വീകരിക്കണം.
കുറ്റവാളികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എൻ രാജേഷ്, പ്രമോദ്, സിനി, PM ആതിര, വരുൺ ഭാസ്കർ, SK സജീഷ് എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. മൂന്നാം മുന്നണിയെ പിന്തുണയ്ക്കുന്ന കാര്യം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ്. മുൻപ് മൂന്നാം മുന്നണിയെ പിന്തുണച്ചത് പരാജയമായിരുന്നുവെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. ഭൂരിഭാഗം വോട്ടർമാരും മതേതര സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പരാജയപ്പെട്ടതാണ് മുൻ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. In spite of the fact that we did not have a pre-poll alliance, but we had a post-poll alliance based on a common minimum program. So, it is for the party to decide after what kind of numbers we get and what are the സുകുമാർ അഴീക്കോട് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി അഴീക്കോട് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ശ്രീ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അഖില കേരള പ്രസംഗ മത്സരത്തിലെ വിജയികൾക്ക് MP വീരേന്ദ്രകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആത്മാർത്ഥതയും പ്രതിബദ്ധതയുമായിരുന്നു അഴീക്കോടിന്റെ വാക്കുകളുടെയും പ്രഭാഷണത്തിന്റെയും കരുത്തെന്ന് നോവലിസ്റ്റ് C. രാധാകൃഷ്ണൻ പറഞ്ഞു. ഏത് വിവാദത്തിലായാലും ഇടപെടുമ്പോൾ കൃത്യമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാനും തയ്യാറായി. പറയുന്നതുമായി ബന്ധമില്ലാതാകുമ്പോൾ വാക്കുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അഴീക്കോടിന് ശേഷം അത്തരമൊരു ശബ്ദം പിന്നീട് ഉയരാത്തത് പറയുന്ന വാക്കുകളോട് പ്രതിബദ്ധതയില്ലാത്തതിനാലാണെന്നും അദ്ദേഹം പറഞ്ഞു. സുകുമാർ അഴീക്കോട് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി അഴീക്കോട് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം കോഴിക്കോട് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫൗണ്ടേഷൻ ചെയർമാൻ MP അബ്ദുൾ സമദ് സമദാനി MLA അധ്യക്ഷം വഹിച്ചു. അഖില കേരള പ്രസംഗ മത്സരത്തിലെ വിജയികൾക്ക് MP വീരേന്ദ്രകുമാർ സമ്മാനങ്ങൾ നൽകി. തൃശൂർ സ്വദേശികളായ TS മായാദാസ്, KR സുമേഷ്, കൊല്ലം സ്വദേശി PK അനിൽകുമാർ എന്നിവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. രണ്ടാം സ്ഥാനത്ത് വെള്ളി മെഡലിന് അർഹമായിരിക്കുന്നത് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് KR സുമേഷിനെ സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് നടന്ന പ്രഭാഷണങ്ങളിൽ മികവ് പുലർത്തിയ സോജ്വല പ്രഭാഷകൻ അഡ്വക്കേറ്റ് TS മായാദാസ് തൃശൂർ, അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തൃശൂർക്കാരുടെ അഭിമാനമായ അഡ്വക്കേറ്റ് TS മായാദാസ്. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ PV ഗംഗാധരൻ, KP രാമനുണ്ണി, ലതിക സുഭാഷ്, K രാജൻ, ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ജയരാജ് വാര്യർ, ട്രഷറർ ഡോക്ടർ ത്രേസ്യ ഡയസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജയരാജ് വാര്യർ ഷോയും ഉണ്ടായിരുന്നു. ലോകപ്രശസ്ത കഥകളി നർത്തകൻ കോട്ടക്കൽ ശശിധരന്റെ ഭരതം മോഹനം നൃത്തശില്പം കോഴിക്കോട്ട് അരങ്ങേറി. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ കുരുക്ഷേത്ര യുദ്ധം വരെയുള്ള സംഭവങ്ങളാണ് 1.5 മണിക്കൂർ നീണ്ട കഥയിലൂടെ അവതരിപ്പിച്ചത്. MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കാൽപാദം വരെ നീളുന്ന വസ്ത്രവും ചുട്ടിയും തിരനോട്ടവുമില്ലാതെ കൃഷ്ണകഥകളുമായി കഥകളി അരങ്ങിൽ. ക്ലാസിക്കൽ നർത്തകൻ കോട്ടക്കൽ ശശിധരനാണ് ഭരതം എന്ന് പേരിട്ട പുതിയ നൃത്തരൂപം അരങ്ങിലെത്തിച്ചത്. കഥകളിയെ സങ്കീർണതകളിൽ നിന്നും മോചിപ്പിച്ച് ദക്ഷിണേന്ത്യൻ നൃത്തരൂപമായ ഭരതനാട്യവും കുച്ചിപ്പുടിയും സമന്വയിപ്പിച്ചാണ് പുതിയ നൃത്തശില്പം. അടവുകളും മുദ്രകളും കഥകളുടേതാണെങ്കിലും ഭരതനാട്യത്തിന്റെ ചമയങ്ങളാണ് ഈ പുതിയ കലാരൂപത്തിന്. മലപ്പുറത്തെ കേരള ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിന്റെ ആഭിമുഖ്യത്തിലാണ് ഭരതം മോഹനം നൃത്തശില്പം അരങ്ങേറിയത്. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ കുരുക്ഷേത്ര യുദ്ധം വരെയുള്ള കഥകളാണ് അവതരിപ്പിച്ചത്. ബാലലീലകൾ, കംസവധം, പൂതനാമോക്ഷം, വസ്ത്രാപഹരണം, കുരുക്ഷേത്ര യുദ്ധം, ഗീതോപദേശം തുടങ്ങി കൃഷ്ണന്റെ ജീവിതത്തിലെ ഓരോ ഏടും ലളിതമായി അവതരിപ്പിച്ചു. 4 പതിറ്റാണ്ടായി നൃത്തവേദികളിൽ നിന്നാർജിച്ച അറിവുകൊണ്ട് കോട്ടക്കൽ ശശിധരൻ രൂപപ്പെടുത്തിയതാണ് 1.5 മണിക്കൂർ നീളുന്ന നൃത്തശില്പം. കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, കൂടിയാട്ടം തുടങ്ങിയ ശാസ്ത്രീയ നൃത്തരൂപങ്ങളിൽ ഇദ്ദേഹം പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഡോക്ടർ മൃണാളിനി സാരാഭായ്, കലാമണ്ഡലം നാരായണ ചാക്യാർ എന്നിവരുടെ അടുത്തായിരുന്നു ശിക്ഷണം. പഠനത്തിന് ശേഷം മൃണാളിനി സാരാഭായ് ഡയറക്ടറായ ദർപ്പണ അക്കാദമിയിലെ അധ്യാപകനായി. ഓസ്ട്രേലിയ, കാനഡ, ചൈന, ക്യൂബ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, നെതർലാൻഡ്, ഇംഗ്ലണ്ട്, അമേരിക്ക തുടങ്ങി ഈ കലാകാരന്റെ നൃത്തച്ചൂടുകൾ പതിയാത്ത രാജ്യങ്ങൾ കുറവാണ്. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ഹാർവാർഡ്, മാഞ്ചസ്റ്റർ സർവകലാശാലകളിൽ കഥകളി പരിചയപ്പെടുത്തി ക്ലാസുകളും എടുത്തിട്ടുണ്ട്. പണ്ഡിറ്റ് രവിശങ്കർ, ഡോക്ടർ ബാലമുരളീകൃഷ്ണ, ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരോടൊപ്പം നിരവധി പരിപാടികളിൽ പങ്കാളികളാവുകയും ചെയ്തു. KP കേശവ മേനോൻ ഹാളിൽ അരങ്ങേറിയ നൃത്തശില്പം MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു.
വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. Galaxy made of ABS material. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപകർക്ക് യൂറോപ്യൻ വ്യവസായ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും മികച്ച വാതിലാണ് ബ്രസൽസ് എന്ന് ബെൽജിയത്തിലെ ഇന്ത്യൻ കൌൺസിൽ ജനറൽ ബാർട്ട് ദ ഗ്രൂഫ്. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളവുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് ചൈന ബെൽജിയം കോൺസുലേറ്റിലെ കോൺസൽ ജനറൽ ഡോക്ടർ ബാർട്ട് ഡി ഗ്രൂഫ് പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലും കേരളവുമായി സഹകരിക്കും. യൂറോപ്യൻ യൂണിയന്റെയും ബെൽജിയത്തിന്റെയും തലസ്ഥാനമെന്ന നിലയിൽ ബ്രസൽസിന് വൻ പ്രാധാന്യമാണുള്ളത്. 1300 വിദേശ കമ്പനികളുടെ ആസ്ഥാനമാണ് ബ്രസൽസ് എന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ആഭിമുഖ്യത്തിൽ ബ്രസൽസ് യൂറോപ്യൻ മാർക്കറ്റിലേക്കുള്ള കവാടം സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂറോപ്യൻ മാർക്കറ്റിലേക്കുള്ള പ്രവേശന കവാടമായ ബ്രസൽസിൽ 30% വിദേശികളാണ്. 7000 ഇന്ത്യക്കാരാണുള്ളത്. പാരീസ്, ലണ്ടൻ, ആംസ്റ്റർഡാം എന്നിവിടങ്ങളിലേക്കുള്ള ദൂരം 100 കിലോമീറ്ററിനുള്ളിൽ വരും. 1 മണിക്കൂർ കൊണ്ട് എത്താനാകും. ലോകത്തിലെ രണ്ടാമത്തെ കോൺഫറൻസ് സെന്റർ ബ്രസൽസിലാണ്. ബഹുഭാഷ സംസ്കാരമുള്ള ബ്രസൽസിൽ വ്യവസായികൾക്ക് വൻ നിക്ഷേപ സാധ്യതകളാണുള്ളതെന്നും ഡി ഗ്രൂഫ് പറഞ്ഞു. ചെന്നൈ ബെൽജിയം കോൺസുലേറ്റിലെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അഷാറ്റെ കാത്ത് ലിജിൻ ഫ്രുത്തോഫ്, ബ്രസൽസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പോർട്സ് കൺസൾട്ടന്റ് അലക്സ് ടി കോശി എന്നിവരും സംസാരിച്ചു. ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ ചേംബർ പ്രസിഡന്റ് അലോക് കുമാർ സാബു അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി സി മോഹനൻ, ജോയിന്റ് സെക്രട്ടറി MA മെഹബൂബ് എന്നിവർ സംസാരിച്ചു. കൊയിലാണ്ടിയിൽ നടന്നുവരുന്ന ഗ്ലോബൽ സർക്കസിൽ തിരക്കേറുന്നു. മംഗോളിയ, എത്യോപ്യൻ, റഷ്യൻ കലാകാരന്മാരുടെ ഐറ്റം പ്രകടനങ്ങളാണ് പ്രേക്ഷകരെ ആകർഷിക്കുന്നത്. മംഗോളിയൻ കലാകാരിക്ക് സിനിമയിലും അവസരം ലഭിച്ചു. ഗ്ലോബൽ സർക്കസിൽ റഷ്യൻ റിംഗ് ഡാൻസും ചൈനീസ് കവർ ബാലൻസും അവതരിപ്പിച്ച് കാണികളെ മനം കവർന്ന മംഗോളിയൻ കലാകാരി ക്ലബർ ബെറ്റ്സെറ്റ് സിനിമയിൽ താരമാകുന്നു. അനിൽ രാധാകൃഷ്ണ മേനോന്റെ സപ്തമസി തസ്കരാനന്ദ എന്ന ചിത്രത്തിലാണ് ക്ലബർ ബെറ്റ് അഭിനയിക്കുന്നത്. സർക്കസിൽ അന്താരാഷ്ട്ര പ്രശസ്തരായ എത്യോപ്യൻ കലാകാരന്മാരും മണിപ്പൂരി കലാകാരന്മാരും ഒരുമിച്ച് ഒരേ വേദിയിൽ സമന്വയിക്കുന്ന ഫ്ലൈയിങ് ട്രിപ്പിൾസ്, റഷ്യൻ ടവർ ബാസ്കറ്റ്ബോൾ, ചൈനീസ് സവാർ, ബാലൻസ് ടൈറ്റാനിക്, എയറോ റോപ്പ്, അറേബ്യൻ കനാഡി ബോൺലെസ്, പിരമിഡ് ആസ്ട്രോബാറ്റിക്, മോട്ടോർ സൈക്കിൾ ബാലൻസ്, ജിംനാസ്റ്റിക്സ് എന്നിവയിൽ അധിഷ്ഠിതമായ കലകളും കായിക പ്രകടനങ്ങളുമാണ് ഗ്ലോബൽ സർക്കസിനെ വേറിട്ടതാക്കുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. വടകര ഇരിങ്ങൽ സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് കുട്ടികൾക്കായി മെയ് 14-15 തീയതികളിൽ ചിത്രശില്പ കലാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ക്യാമ്പിൽ 10 മുതൽ 17 വയസ്സുവരെയുള്ള 50 കുട്ടികൾക്കാണ് പ്രവേശനം നൽകിയത്. 14-ാം തീയതി രാവിലെ 10 മണിക്ക് പ്രമുഖ ചിത്രകാരൻ പാരീസ് മോഹൻകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. കുട്ടികൾക്കായി വൈവിധ്യമേറിയ വ്യക്തിത്വ വികാസ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ബേപ്പൂർ സമന്വയ റെസിഡൻസിന്റെയും അൽസലാമ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബേപ്പൂർ സൗത്ത് LP സ്കൂളിൽ വെച്ച് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പിൽ ടി ബഷീർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. ടി സാജിദ്, PV ജസീറ, ഡോക്ടർ റൂഫി, ഡോക്ടർ രാകേഷ് MS, കൌൺസിലർ P ജലജ എന്നിവർ സംബന്ധിച്ചു. ഇന്ത്യയിൽ എവിടേക്കും പണമയക്കുവാനുള്ള ആധുനിക സംവിധാനവുമായി UAE എക്സ്ചേഞ്ച് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഈ പദ്ധതി പ്രകാരം മൊബൈൽ ഫോൺ വഴിയും ഇന്റർനെറ്റ് വഴിയും ഇന്ത്യയിൽ എവിടേക്കും പണമയക്കാം.
ഈ പദ്ധതി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ബാങ്കിംഗ് സൗകര്യം ഇതുവരെ ഉപയോഗപ്പെടുത്താത്തവർക്കുമാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അരക്കിണർ പാറപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം രാവിലെ താന്ത്രിക കർമ്മങ്ങളോടെ ആഘോഷിച്ചു. തുടർന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ രക്ഷാധികാരി വേണുജിയുടെ പ്രഭാഷണം നടന്നു. ശ്രീകൃഷ്ണ വിദ്യാലയത്തിൽ നിന്നും പഠിച്ച SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. SSLCയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ C. മേഘന, 8 വിഷയങ്ങളിൽ A+ നേടിയ ദൃശ്യ V, 7 വിഷയങ്ങളിൽ A+ നേടിയ അപർണ T എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. വിദ്യാലയ സമിതി പ്രസിഡന്റ് ഹരീന്ദ്രൻ മാസ്റ്റർ, വേണുഗോപാലൻ നായർ, രവീന്ദ്രൻ എന്നിവരാണ് സമ്മാനങ്ങൾ നൽകിയത്. SV ഇൻവെസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അബുദാബിയിലെ യൂണിവേഴ്സൽ ഹോസ്പിറ്റലിന്റെ സ്പോൺസർഷിപ്പോടുകൂടി മെയ് 16, 17, 18 തീയതികളിലായി കോഴിക്കോട് ബീച്ചിൽ വെച്ച് ദക്ഷിണേന്ത്യ സോഫ്റ്റ് ബോൾ ഫ്ലഡ് ലൈറ്റ് ബീച്ച് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. 6 ഓവർ വീതമുള്ള മത്സരങ്ങളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 16 ടീമുകൾ പങ്കെടുക്കും. ഒന്നാം സ്ഥാനക്കാർക്ക് 1,25,000 രൂപയും ട്രോഫിയും, രണ്ടാം സ്ഥാനക്കാർക്ക് 65,000 രൂപയും ട്രോഫിയുമാണ് സമ്മാനം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 79.39. 2.78 ലക്ഷം പേർ ഉപരിപഠനത്തിന് അർഹരായി. രാജ്യത്ത് വർഗീയ ശക്തികൾ അധികാരത്തിൽ വരാൻ അവസരമൊരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് TP രാമകൃഷ്ണൻ. വനസംരക്ഷണ കാര്യത്തിൽ ആദിവാസി സമൂഹം പുലർത്തിയിരുന്ന അർപ്പണ മനോഭാവം മൊത്തം സമൂഹത്തിൽ തന്നെ ഉത്തമ മാതൃകയാണെന്ന് MK രാഘവൻ MP. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.